കോഴിക്കോട്ടുകാരുടെ കൊച്ചിക്കോയ തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് പൂവമ്പഴവും ഞാലിപ്പൂവമ്പഴവും എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നാരങ്ങ നീര്, ഇഞ്ചി നീര്, ഉപ്പ്, പഞ്ചസാര, ശർക്കരപ്പാനി, പശുവും പാല്, തേങ്ങാപ്പാൽ, ഇത്രയും ചേരുവകൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. തൊലി കളഞ്ഞ് എടുക്കാം നമുക്ക് പഴം. തൊലി കളഞ്ഞ് പാത്രത്തിലോട്ട് ഇടുകയാണ്. പഴത്തിൻ്റെ തൊലിയെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉടച്ചെടുക്കാം. പഴം ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ ചേരുവകൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചേർക്കാനുള്ള ചേരുവകൾ ഒന്നൊന്നായി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ചെറുള്ളി, ശർക്കര പാനിയും കൂടെ നല്ല കണക്ക് മിക്സ് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പഴത്തിലോട്ട് ഇതിലോട്ട് ഒരു പിഞ്ചുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നല്ല രീതിക്ക് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. നമുക്ക് ഇനി നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം പഴത്തിലോട്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി നീര് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കണക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പഴത്തിലോട്ട്. ആവശ്യത്തിന് മധുരം മതി. ഇനി നമുക്ക് ഇതിലോട്ട് പശുവും പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പാണ് അതിനുവേണ്ടി പശുവും പാൽ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഒരു കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. ചെറുള്ളിയുടെയും പഴത്തിൻ്റെയും ഇഞ്ചി നീര്, നാരങ്ങ നീരിൻ്റെ എല്ലാം നല്ല കണക്ക് മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് പകർന്നു കൊടുക്കാം. കൊച്ചിക്കോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് അവലും എടുത്ത് വെച്ച് കൊച്ചിക്കോയായി ഒഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ കൊച്ചുമക്കൾ 2 പേരും വന്നിട്ടുണ്ട്. അവർക്ക് അവലും കൊച്ചിക്കോയായും കൂട്ടി കഴിക്കാൻ കൊടുക്കാൻ പോകുകയാണ് 2 പേർക്കും. കൊച്ചിക്കോയായും അവരും കൂടെ കഴിക്കണം കുട്ടികൾ 2. കഴിയും മക്കളെ, 2 പേരും കഴിച്ചിട്ട് ടേസ്റ്റ് പറയും. കഴിക്കുന്ന കാണുന്നത് സൂപ്പർ ടേസ്റ്റ്. അടിപൊളിയായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.